ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 കിലോ അളവിലുള്ള ബീഫിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ആക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ല പോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 വിസിലിന് ശേഷം എൻ്റെ കറിയൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ ബീഫ് കറിയും കൂട്ടി കഴിച്ചു. ഇത് ഫ്രൈഡേ സ്പെഷ്യലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.